നിശ്ചലമായ നാളം പോലെ കടന്നു വരികയും ഒരു തുള്ളി വെള്ളമായി കട്ടിൽ ചോട്ടിൽ വീണ് വറ്റി വായുവായി മറയുകയും ചെയ്യുന്ന നിർമ്മല. 2 വർക്ക്ഷോപ്പ് ജോലിക്കാരും ഒരു തമിഴ് വേലക്കാരനും ചേർന്ന് ഞെക്കിക്കൊന്ന അലങ്കോലപ്പെടുത്തിക്കളഞ്ഞ നിർമ്മല. വിശുദ്ധിയുടെ മുത്ത്. പുനർജന്മത്തിൻ്റെ തളരാത്ത ചിറകുകളിൽ ഭൂതകാലത്തിൻ്റെ ഇരുൾമാളങ്ങളിൽ നിന്ന് അവൾ വീണ്ടും പറന്നെത്തിയിരിക്കുന്നു. കാലമിത്ര ചെന്നിട്ടും പത്മരാജൻ നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. പത്മരാജൻ്റെ ഋതുഭേദങ്ങളുടെ പാരിതോഷികം എന്ന ചെറുനോവലിലെ ഹൃദയസ്പർശിയായ വരികളാണ് ഞാൻ വായിച്ചത്. കാലത്തിന് പുറകിൽ നിന്ന് ഇന്നും പത്മരാജൻ മലയാളിയെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഴയുടെ ആദ്യ മുത്തം വേനലിൻ്റെ നെറുകയിൽ പതിയുമ്പോഴൊക്കെ മലയാളി പത്മരാജനെ ഓർമ്മിപ്പിക്കും. ക്ലാരയും മലയാളത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന ചലച്ചിത്ര കാവ്യങ്ങൾക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പത്മരാജൻ്റെ കഥാപാത്രങ്ങൾ ഒന്നൊന്നായി നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറും. മഴ എപ്പോഴും പത്മരാജൻ്റെ ഓർമ്മകളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാളിയും പത്മരാജൻ എങ്ങോ ഇരുന്നുകൊണ്ട് ഇപ്പോഴും ഒരു ഗന്ധർവനെപ്പോലെ തൂലികത്തുമ്പാൽ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആലോചിക്കാനാണ് ഏറെ ഇഷ്ടം ഈ മഴ വരുമ്പോഴൊക്കെയും. വടക്കുംനാഥൻ്റെ മുന്നിലെത്തുമ്പോഴെല്ലാം ഓരോ വായനക്കാരനും ആലോചിക്കും, മനസ്സിൽ കാണും, ക്ലാര ജയകൃഷ്ണനുമായി ആ വഴിയെ